Let R be a relation on a set of ordered pair of integers a, b, c, the element of R. A plus d equal to b plus c. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ നമുക്ക് R2ലുള്ള എലമെന്റ്സ് തന്നിട്ട് അവരുടെ റിലേഷൻ ഉണ്ടാവണമെങ്കിൽ a പ്ലസ് d ആദ്യത്തെ എലമെന്റിന്റെയും രണ്ടാമത്തെ എലമെന്റിന്റെ സെക്കൻഡ് കോർഡിനേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെന്റിന്റെ സെക്കൻഡ് കോർഡിനേറ്റ് അതുപോലെ തന്നെ സെക്കൻഡ് എലമെന്റിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് ആഡ് ചെയ്തതിന്റെ സെയിം ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇത് എന്താവുള്ളൂ, ഇക്വലൻസ് റിലേഷൻ ആവുള്ളൂ എന്ന് പറയണം. അപ്പൊ ഇത് നമുക്ക് ചെക്ക് ചെയ്യണത് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ഒക്കെ ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മുടെ കയ്യിലൂടെ എ ബി എന്തായാലും എന്തിന് ഈക്വൽ ആയിരിക്കും, എ ബി എന്നുള്ള R² ഒരു എലമെന്റ് എടുത്തു. അപ്പൊ എ ബി റിലേറ്റഡ് ടു എ ബി തന്നെ ആയിരിക്കും. കാരണം എന്താ, എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ എന്ന് പറയുന്നത് സെയിം ആണ് അല്ലെ, രണ്ട് സെയിം ആണ്, അതുകൊണ്ട് റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി. ഇനി ഇവിടെ എ ബി സി ഡി എല്ലാം എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് ഇന്റീജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർ ബി എ റിലേഷൻ ഓഫ് എലമെന്റ് ഓഫ് ആർ ഷോ ദാറ്റ്, ഇതിലെവിടെ ഉണ്ടായിരുന്നു അത്, ഇത് പോസിറ്റീവ് ഇന്റീജേഴ്സ് ആന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ അതാ പെയർ ഓഫ് ഇന്റീജേഴ്സ്, സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ ഓഫ് ഇന്റീജേഴ്സ് പോസിറ്റീവ് എന്നും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളില്. അപ്പോ ഇനി നമുക്ക് നോക്കാനുള്ളത് സിമെട്രിക് ആണോ എന്നാണ്. അപ്പൊ ഞാൻ രണ്ട് എലമെന്റ്സ് എടുത്തു, എ ബിയും ബി സിയും എലമെന്റ് ഓഫ് എവിടുന്ന് എടുത്തു, ഈ പറയുന്ന റിലേഷൻ എടുത്തു. അതിനർത്ഥം ഈ റിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ, എ പ്ലസ് സി ഈക്വൽ ടു ബി പ്ലസ് ഡി ആണ്. ഞാൻ തിരിച്ചെഴുതിയോണ്ട് വല്ല പ്രശ്നമുണ്ടോ, അതായത് സി പ്ലസ് എ ഈക്വൽ ടു ഡി പ്ലസ് ബി അങ്ങനെയാണ്. അതായത് അല്ലെങ്കിൽ നമുക്കിപ്പോ ഇനി നമുക്ക് കിട്ടുന്നത് ബി സി റിലേറ്റഡ് ടു എ ബി എന്നാണ് വരേണ്ടത്. അതായിരിക്കോ, ഒന്ന് നോക്കൂ, ബി പ്ലസ് ഡി ഈക്വൽ ടു സി പ്ലസ് എ. ഇതങ്ങോട്ട് തിരിച്ചെഴുതിയാ പോരെ, ബി പ്ലസ് ഡി, ആദ്യം എ പ്ലസ് സി ഈക്വൽ ടു ബി പ്ലസ് ഡി ആണ് ഇതിന്റെ അർത്ഥം. ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ബി പ്ലസ് ഡി ഈക്വൽ ടു സി പ്ലസ് എ. അപ്പൊ അവിടുന്ന് ബി സി റിലേറ്റഡ് ടു എ ബി എന്ന് കിട്ടി. അതുകൊണ്ട് ഇതെന്തായി, സിമെട്രിക്കൽ. ഇനി ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ 3 എലമെന്റ്സ് എടുക്കണം. അപ്പോ എ ബി എല്ലാം സെഡ് പ്ലസ് എന്നൊക്കെ പറയണം കേട്ടാ, എ ബി സി ഡി ഇ എഫ് എല്ലാം സെഡ് പ്ലസ് ആണ്. അപ്പൊ ഞാന് എ ബി റിലേറ്റഡ് ടു സി ഡി, ഇവിടെ നമുക്ക് ദിസ് ഇംപ്ലൈസ് എ പ്ലസ് ഡി ഈക്വൽ ടു ബി പ്ലസ് സി. അടുത്തത് രണ്ടെണ്ണം എടുക്കണം, സി ഡി റിലേറ്റഡ് ടു ഇ എഫ്. ഇവിടുന്ന് നമുക്ക് എന്ത് പറയാം, സി പ്ലസ് എഫ് ഈക്വൽ ടു ഇ പ്ലസ് ഡി. അടുത്ത് നമുക്ക് എന്ത് പറയാം, ഇങ്ങനെയാണെങ്കിൽ എ ബി റിലേറ്റഡ് ടു ഇ എഫ് ആണോ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് എന്താണ്, എ ബി റിലേറ്റഡ് ടു ഇ എഫ് ആവണമെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് എ പ്ലസ് എഫ് ഈക്വൽ ടു ബി പ്ലസ് സി. അത് കിട്ടുമോ നോക്കണം. എല്ലാം ഇത് സാധാരണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് കിട്ടാറുണ്ട്. ഞാൻ ഇത് 1 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് വന്നു, ഈ സൈഡിൽ ആഡ് ചെയ്തപ്പോ എ പ്ലസ് ഡി പ്ലസ് സി പ്ലസ് എഫ് എന്ന് കിട്ടി. ആ സൈഡിൽ ആഡ് ചെയ്തപ്പോ ബി പ്ലസ് സി പ്ലസ് ഇ പ്ലസ് ഡി എന്ന് കിട്ടി. അപ്പോ ഡിയും ക്യാൻസലായി, അതുപോലെ സിയും ക്യാൻസലായി. എ പ്ലസ് എഫ് ഈക്വൽ ടു ബി പ്ലസ് സി എന്നുള്ള ഫോമിലേക്ക് എത്തി. അപ്പൊ അതെന്താണ്, ഇക്വലൻസ് റിലേഷൻ ആണ്. ഇനി നമുക്ക് കുറച്ച് കോമ്പോസിഷൻസ് നോക്കണം. എ എന്ന് പറയണത് 1 2 3 4, എ എന്ന് പറയണത് 1 2 3 4, ബി എന്ന് പറയണത് എക്സ് വൈ സെഡ് ഡബ്ല്യു, സി എന്ന് പറയണത് 4 5 6. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ R1 R2 R3. R1 നമുക്കുള്ളത് 1W 3W 2x and 4y. R2 W5 x6 y4 y6. R3 4 4 W5 y5.
നമ്മൾ ഇവിടുന്ന് ഓരോന്നും കണ്ടുപിടിക്കണം. ഓക്കെ, R2 യൂണിയൻ R3 കോമ്പോസിഷൻ R1 ആണ് ഫസ്റ്റത്തെ. അപ്പൊ R2 യൂണിയൻ R3 എന്ന് പറയുമ്പോൾ W5 ഉണ്ടാവുന്നു, പിന്നെ H6 ഉണ്ടാവുന്നു. നോക്ക്, W5 ഉണ്ടാവുന്നു, H6 എഴുതി. ഇനി Y4 ഉണ്ടോ? Y4 ഉണ്ട്. അടുത്തത് Y6 അത് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് W5 ഉണ്ട്, അത് രണ്ടിലും കോമൺ ആ അല്ലെ, ഇവിടെയും W5 വന്നിട്ടുണ്ട്. ഇനി ഇതെന്താണ്? R3 ഫസ്റ്റ് എലമെന്റ് എന്താണ്? W4 ആണ്. W4 എഴുതി, W4. പിന്നെ W5 ഉണ്ടോ? അത് ഓൾറെഡി നമുക്ക് R2 യൂണിയൻ R3 അല്ലേ, W5 ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇനി Y5 അത് എഴുതി. ഇതിലുള്ള എല്ലാ എലമെന്റ്സിനും എടുത്ത് എഴുതലാണ് R2 യൂണിയൻ R3. ഇനി ഈ ടൈപ്പിൽ നമ്മൾ കോമ്പോസിഷൻ ചെയ്യുമ്പോൾ എന്താണ് നോക്കേണ്ടത്? R1 നോക്കണം അല്ലെ. R1 ഫസ്റ്റ് നോക്കേണ്ടത്. R1 ഫസ്റ്റ് നോക്കിയപ്പോ 1W കണ്ടു. ഇനി R2 യൂണിയൻ R3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവരെ കിട്ടിയിട്ടുണ്ട്. ആരേനെ? R2 യൂണിയൻ R3 എന്ന് പറഞ്ഞിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു എലമെന്റ്സിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? 1 2 3 4 5 6. ഇനി കോമ്പോസിഷൻ R1. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് R1 ആണ്. R1 1W ഉണ്ട്, 3W ഉണ്ട്, അതേപോലെ തന്നെ 2X ഉണ്ട്, പിന്നുള്ളത് 4Y ആണ്. അപ്പൊ നമുക്ക് ആദ്യം R1 നോക്കാണ്. 1W. W സ്റ്റാർട്ട് ചെയ്യണ ആരൊക്കെയുള്ള നമുക്ക് R2 യൂണിയൻ R3 W4 ഉണ്ട്, W5 ഉണ്ട് അല്ലെ. W4 ഉണ്ട്, W5 ഉണ്ട്. അപ്പൊ 1 4 ഉണ്ടാവണം, അതേപോലെ തന്നെ 1 5 ഉണ്ടാവണം. നമ്മൾ എഴുതി. ഇനി അതെങ്ങനെയാ? 1W പോയിട്ടുണ്ടെങ്കിൽ W4 പോയിട്ടുണ്ട്, അപ്പൊ 1 4 ഉണ്ടാവണം. അതുപോലെ 1W ഉണ്ട്, W5 ഉണ്ട്, 1 5 ഉണ്ടാവണം. അടുത്തത് നോക്കൂ, R1 അടുത്ത എലമെന്റ് ആണ് 3W അല്ലെ. അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി 3W സ്റ്റാർട്ട് ചെയ്യണത് W4 ഉണ്ട്, W5 ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് എന്ത് പറയാം? 3 4 3 5 ഉണ്ടാവണം. അത് എഴുതി. ഇത് കഴിഞ്ഞു. ഇനി 2X സ്റ്റാർട്ട് ചെയ്യണ ഇതില് ആരൊക്കെയുള്ള? ഒരാളുള്ളൂ, H6 ഉള്ളൂ. അപ്പൊ 2 6. അടുത്ത് നമുക്കുള്ളത് R1 4Y ആണ്. 4Y സ്റ്റാർട്ട് ചെയ്യണ എത്ര ആൾക്കാർ നമുക്കുണ്ട്? Y5 4 6. അപ്പൊ നമുക്ക് 4 കിട്ടും, 4 5 കിട്ടും, 4 6 കിട്ടും. എളുപ്പമാണ്, ഇത് നോക്കി എഴുതാം, അത്രേ ഉള്ളൂ. ഇനി R2 കോമ്പോസിഷൻ R1 നമുക്ക് ചെയ്യണം അല്ലെ. അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കണത് ആരെന്നെയാണ്? R1 നമ്മൾ ഫസ്റ്റ് നോക്കുക. അപ്പൊ R1 എലമെന്റ്സ് ആരൊക്കെ? ഇപ്പൊ 1W 3W അതൊക്കെ ഉള്ളത്. ഇനി R2 കോമ്പോസിഷൻ. R2 W5 H6 Y4 Y6 ആണ്. അപ്പൊ R2 കോമ്പോസിഷൻ R1 1W. ഇപ്പൊ ഇതില് R2 W സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ആളുണ്ട്? ഒരാളുള്ളൂ, W5. അപ്പൊ നമുക്ക് 1 5 ഉണ്ടാവണം. 1 5 ഉണ്ട്. ഇനി അടുത്തത് 3W. അപ്പൊ W സ്റ്റാർട്ട് ചെയ്യണ W5 ഉള്ളു, അപ്പൊ 3 5 ഉണ്ടാവണം. അതുണ്ട്. അടുത്തത് 2X. സ്റ്റാർട്ട് ചെയ്യണ ഒരെണ്ണുള്ള H6, അപ്പൊ 2 6 ഉണ്ടാവണം. അടുത്തത് Y6 ആണുള്ളത്. അപ്പൊ അതായത് 4Y ആണുള്ളത്. Y സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടാൾക്കാരുണ്ട്, Y4 ഉണ്ട്, Y6 ഉണ്ട്. അപ്പൊ നമുക്ക് 4 4 ഉണ്ടാവണം, 4 6 ഉണ്ടാവണം. ഇനി അടുത്ത ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? R2 കോമ്പോസിഷൻ R1 R3 കോമ്പോസിഷൻ R1 കണ്ടുപിടിക്കണം. R2 കോമ്പോസിഷൻ R1 അപ്പോൾ കണ്ടുപിടിച്ചു. ഇനി R3 കോമ്പോസിഷൻ R1 കണ്ടുപിടിക്കണം. R3 ആരൊക്കെയുള്ള? W4 W5 Y5. W4 W5 Y5 ആണ് R3 ഉള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. R1 ഉള്ള ആൾക്കാര്
R1-ലുള്ള ആൾക്കാരെ ഞാനിവിടെ എഴുതി. ഇനി എനിക്കിവിടെ ആവശ്യമുള്ളത് ആര് തന്നെയാണ്? R3-ലുള്ള ആൾക്കാരാണ്. അപ്പൊ 1W, W സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടാൾക്കാരാണ് ഉള്ളത്. അത് ഏതൊക്കെയാ? W4-ഉം W5-ഉം. അപ്പൊ നമുക്ക് 1 4 1 5 ഉണ്ടാവണം. അത് എഴുതി. ഇനി 3W വീണ്ടും R3-ല് W-ല് സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ എന്താണ് 3 4-ഉം 3 5-ഉം എഴുതി. ഇനി അടുത്ത എച്ച് R3-ല് എച്ചിൽ സ്റ്റാർട്ട് ചെയ്യണ ഒന്നുമില്ലാത്തോണ്ട് അത് എഴുതണ്ട. ഇനി അടുത്തത് 4Y, Y-ല് സ്റ്റാർട്ട് ചെയ്യണ ഒരെണ്ണം ഉണ്ട്. അതപ്പൊ നമ്മൾ എന്ത് എഴുതി? 4 5 എഴുതി. ഇത് രണ്ടിന്റെ ഇന്റർസെക്ഷൻ ആണ് അടുത്ത ചോദ്യം. ആ ഇന്റർസെക്ഷനില് ആരൊക്കെ കയറി വന്നു? ഇന്റർസെക്ഷൻ മീൻസ് കോമൺ ആയ ആൾക്കാര്. കോമൺ ആയിട്ടുള്ളത് 1 5 കോമൺ ആണ്, പിന്നെ 3 5 കോമൺ ആണ്, 2 6 ഇതിലില്ല, 4 4 ഇതിലില്ല, 4 6 ഇതിലില്ല. അപ്പൊ എന്താണ് കോമൺ ആയിട്ടുള്ള ആൾക്കാരെ എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ അതിൽ എന്ത് കിടക്കുന്നുണ്ട്? ഒരു ക്വസ്റ്റ്യനും കൂടി R2 ഇന്റർസെക്ഷൻ R3 കോമ്പോസിഷൻ R1 കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ R1 ഓക്കെ, നമുക്ക് അതും കൂടി ചെയ്യാം. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണം? R2 ഇന്റർസെക്ഷൻ R3 എന്താന്ന് ആദ്യം അറിയണം. R2 ഇന്റർസെക്ഷൻ R3-ൽ ആരേനെ കിട്ടും നമുക്ക്? ഒരു എലമെന്റ് ഉള്ളൂ, അതാരാണ്? W5. നോക്ക്, W5 ആണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് R2 ഇന്റർസെക്ഷൻ R3 എന്ന് പറയുന്നത് W5 മാത്രമേ ഉള്ളൂ. അപ്പൊ R1-ല് നമുക്ക് W-ല് അവസാനിക്കുന്ന രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ 1 5-ഉം വരും, പിന്നെ ഇത് മാത്രമേ ഉള്ളൂ 3 5-ഉം വരും. കാരണം 1W W5 ചെയ്യുമ്പോൾ 1 5 കിട്ടും, 3Wയും W5 ചെയ്യുമ്പോൾ 3 5 കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറയുന്നത് 1 2 3 4 ആണ്. ലെറ്റ് R and S be relation on A defined by R equal to 1 2 1 2 1 3 2 4 4 4. S ഡിഫൈൻ ചെയ്തേക്കുന്നത് 1 1 1 2 1 3 2 3 2 4. നമ്മളോട് ഇത്ര കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എസ് കോമ്പോസിഷൻ R, അതുപോലെ R കോമ്പോസിഷൻ S. അപ്പൊ R-ല് സ്റ്റാർട്ട് ചെയ്യണം നമ്മള്. ഇതല്ല നമ്മുടെ ഏത് R, ഫസ്റ്റ് R സെക്കൻഡ് S ആണ്. അപ്പൊ S കോമ്പോസിഷൻ R ചെയ്യുമ്പോ 1 1 1-ല് സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് വന്നു? എസ് കോമ്പോസിഷൻ R എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് R-നെ കുറിച്ചാണ് അല്ലെ? അപ്പൊ 1 2 2-ല് സ്റ്റാർട്ട് ചെയ്യണ രണ്ടെണ്ണം ഉണ്ട്. അവിടെ നമുക്ക് 1 3 1 4 എന്ന് കിട്ടി. ഇനി 1 3 3-ല് സ്റ്റാർട്ട് ചെയ്യണ ആരുമില്ല. 2 4 4-ല് സ്റ്റാർട്ട് ചെയ്യുന്ന ആരുമില്ല. 2 4 4-ല് സ്റ്റാർട്ട് ചെയ്യുന്ന ആരുമില്ല. അപ്പൊ ഇത് കിട്ടി. ഇനി R കോമ്പോസിഷൻ S. ഫസ്റ്റ് നോക്കേണ്ടത് S-നെയാണ്. അപ്പൊ അവിടെ 1 1 ഇവിടെ അവസാനിക്കുന്ന 1 ആണ്. അപ്പൊ 1-ല് സ്റ്റാർട്ട് ചെയ്യണ 1 2 3 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് വന്നു? 1 2-ഉം 1 3-യും കയറി വന്നു ഇല്ലേ? 1 1 1 2 വന്നിട്ടുണ്ട്. അടുത്തത് എന്താണ്? 1 1 1-ല് സ്റ്റാർട്ട് ചെയ്യണത് 1 3 വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തത് നമുക്ക് എന്താ ഉള്ളത്? ഇതിലത് എഴുതിയിട്ടില്ല. R കോമ്പോസിഷൻ S-ല് എഴുതിയിട്ടില്ല. 1 2 1 3 എന്ന് എഴുതിയിട്ടില്ല. അത് ഞാൻ എഴുതാം. ഇനി അടുത്തത് നമുക്ക് 1 2 2-ല് സ്റ്റാർട്ട് ചെയ്യണ ആരല്ലേ? ഇവിടെ 1 4 വരുന്നുണ്ട്, വേറെ ഒന്നും വരുന്നില്ല. 3-ലും 4-ലൊന്നും 4-ല് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്, 2 4. അപ്പൊ നമുക്ക് ഇവിടെ അഡീഷണലി ആരേനും കൂടിയാണ് എഴുതാനുള്ളത്? 1 2-ഉം 1 3-യും ആണ് നമുക്ക് ഇവിടെ എഴുതാനുള്ളത്. 1 3 അവിടെ ഉണ്ട്, 1 2 എഴുതിയിട്ടില്ല. 1 1 1-ല് സ്റ്റാർട്ട് ചെയ്യണം, 1 2-ന് എഴുതിയിട്ടില്ല. അത് എഴുതണം. ഇനി R³ R കോമ്പോസിഷൻ R ചെയ്ത് കഴിഞ്ഞാൽ R³ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം.
ആർ കോമ്പോസിഷൻ ആർ എന്ന് പറയുമ്പോൾ എന്ത് വരും? അത് നമ്മൾ ആറിൻ്റെ ഉണ്ടല്ലോ, അത് മാറ്റേണ്ടിയിരുന്നില്ല. ആർ കോമ്പോസിഷൻ ആറ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? ആറ് ഒന്നും കൂടി എഴുതാം. ആറിൽ നമുക്കുള്ളത് 1 2 1 3 2 4 4 4 1 2 1 3 2 4 4 4 ആണുള്ളത്. ആറ് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? 1 2 1 3 2 4 4 4. 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഉണ്ട്, അപ്പൊ 1 4 വരും. 1 4. വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. പിന്നെ അത് വരുന്നില്ല. 1 3 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നുമില്ല. 2 4 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നുണ്ട്, അപ്പൊ 2 4 വന്നു. അടുത്തത് 4 4 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരെണ്ണം കൂടി ഉണ്ട്, അപ്പൊ 4 4. ഇതാണ് ആർ സ്ക്വയർ. ഇനി ആർ ക്യൂബിന് നമുക്ക് ആർ സ്ക്വയർ കോമ്പോസിഷൻ ആർന്ന് എഴുതാം അല്ലെ. അപ്പൊ അവിടെ ആറിലെയാണ് നോക്കേണ്ടത്. ഒരു സൈഡിൽ നമ്മൾ എന്ത് എഴുതി? ആറ് എഴുതി. ആറ് എഴുതിയൊക്കെയാണ് 1 2 1 3 പിന്നെ ഇതാ 2 4ഉം 4 4ഉം. ഇപ്പൊ നമുക്ക് കിട്ടിയത് 1 4 വരുന്നുണ്ട്, 2 4 വരുന്നുണ്ട്, 4 4 വരുന്നുണ്ട്. ഞാനിവിടെ എന്ത് എഴുതി? ആറ് എഴുതിയിട്ടുണ്ട്. ഇവിടെ ആർ സ്ക്വയർ ഇവിടെ നമുക്ക് കിട്ടിയ ആർ സ്ക്വയറിന് എഴുതിയിട്ടുണ്ട്. ഇനി ആർ ക്യൂബ് എന്ന് പറയുന്നത് എന്ത് വരും? ആർ സ്ക്വയർ കോമ്പോസിഷൻ ആറ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ആറിനെയാണ്. 1 2ലേക്ക് പോയിട്ടുണ്ട്, 2 4ലേക്ക് പോയിട്ടുണ്ട്, അപ്പൊ അവിടുന്ന് 1 4. 1 3ലേക്ക് പോയിട്ടുണ്ട്, പക്ഷെ 3ന്ന് സ്റ്റാർട്ട് ചെയ്യണ ഒന്നുമില്ല. 2 4 അതുമില്ല. ഇനി 4 4 2 4 ആണെങ്കിൽ 4ക്ക് സ്റ്റാർട്ട് ചെയ്യണ എന്തുണ്ട്? 4 4 ഉണ്ട്. സോ 2 4 കിട്ടും. 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 4 ഉണ്ട്, അപ്പൊ അവിടെ നിന്ന് 4 4 കിട്ടും. അങ്ങനെ ഇവിടെ നമുക്ക് ഇതും കഴിഞ്ഞു. Suppose that the relation R on a set is represented by the matrix is R is reflexive, symmetric, antisymmetric ആണോ ചോദ്യം. ഇപ്പൊ നോക്ക്, ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആണ്. സോ സിമെട്രിക് ആണ്. സിമെട്രിക് അല്ല, റിഫ്ലെക്സീവ് ആണ്. സിമെട്രിക് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇതൊരു എന്ത് മെട്രിക്സ് ആണ്? ഒരു സിമെട്രിക് മെട്രിക്സ് ആണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സിമെട്രിക് ആയതുകൊണ്ട് ഇതിന്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 1 1 0, ഫസ്റ്റ് കോളം 1 1 0, സെക്കൻഡ് റോ എന്ന് പറയുന്നത് 1 1 1, സെക്കൻഡ് കോളം എന്ന് പറയുന്നത് 1 1 1, തേർഡ് റോ എന്ന് പറയുന്നത് 0 1 1, തേർഡ് കോളം എന്ന് പറയുന്നത് 0 1 1. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് കിട്ടി? ഈ സമം എന്താണ്? സിമെട്രിക് ആണ്. സിമെട്രിക് ആണെങ്കിൽ അത് എന്തായിട്ട് എന്താവില്ല? നോട്ട് ആന്റി സിമെട്രിക് ആയിരിക്കും. ഇനി നമുക്ക് റിലേഷൻ തന്നിട്ടുണ്ട്, മെട്രിക്സ്. നമ്മളോട് ഏതൊക്കെ എലമെന്റ്സ് അതിന്റെ ഉള്ളിൽ കയറി വരിക എന്നാണ് ചോദ്യം. അപ്പോ ആ എലമെന്റ്സ് എഴുതുക. അപ്പൊ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? A 1 1 1 1 ഇല്ല. ഇത് ഓരോ പൊസിഷൻ നോക്കിട്ട് പറയാ. 1 2 വരും, പിന്നെ ഒന്നുമില്ല. 2 1 വരും, 2 3 വരും, 2 4 വരും, 3 1 വരും, 3 3 വരും, 3 5 വരും. ഇതെല്ലാം അടുത്ത് എഴുതും. ഇനി അടുത്തത് ഫൈൻഡ് മെട്രിക്സ് റെപ്രസെന്റിങ്. ഒരു മിനിറ്റ്, യൂണിയൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ അടിയിൽ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ടാവും. ലിസ്റ്റ് ദ ഓർഡേർഡ് പെയേഴ്സ് ഇൻ ദ റിലേഷൻസ് ഓൺ 1 2 3 കറസ്പോണ്ടിങ് ടു മെട്രിക്സ്. മെട്രിക്സ് തന്നിട്ട് ഏതൊക്കെയല്ലേന്ന് അത് നേരത്തെ പോലെ തന്നെ 1 1 1 3 2 2 2 3 1 ആൻഡ് 3 3. നമുക്കറിയണതല്ലേ, മറ്റേ നോർമലി നമ്മൾ മെട്രിക്സിൽ ഇങ്ങനെ എഴുതണതല്ലേ, A11 A12 A13 അത് വെച്ചിട്ട് പറയണതാ. അതിന്റെ ഈ സംഭവങ്ങൾ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ആൻസർ ആയി. A21 A22 A23, അടുത്തത് A31 A32 A33. അപ്പൊ ഇത് കണ്ടിട്ട് നമ്മളോട് അത് എഴുതാൻ പറയാണ്. 1 1 ഉണ്ട്, 1 2 ഉണ്ട്, 1 3 ഉണ്ട്, 2 1 ഉണ്ട്, 2 3 ഉണ്ട്, 3 3 ഉണ്ട്. അത് കഴിഞ്ഞു. ഇതും കിട്ടി. ഇനി റെപ്രസെന്റ് ഈച്ച് ഓഫ് ദീസ് റിലേഷൻ വിത്ത് മെട്രിക്സ്. 1 2 ഫസ്റ്റ് റോയില് സെക്കൻഡ് എലമെന്റ്, ഫസ്റ്റ് റോയില് തേർഡ് എലമെന്റ്, ഫസ്റ്റ് റോയില് ഫോർത്ത് എലമെന്റ്. ഈ സെക്കൻഡ് റോയില് തേർഡ് എലമെന്റ് 1, സെക്കൻഡ് റോയില് ഫോർത്ത് എലമെന്റ് 1, അതുപോലെ തന്നെ തേർഡ് റോയില് ഫോർത്ത് എലമെന്റ് 1. അടുത്തത് അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് 2 4. അപ്പോ ഇവിടെ നമുക്ക് 2 3 വന്നതുകൊണ്ട് 4 വന്നിട്ടുണ്ടോ?
സത്യം പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഇവിടെ സെറ്റ് നമുക്ക് 1 2 3 4 എന്ന് തന്നതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ എഴുതിയിട്ടുള്ളത് 4x4 മെട്രിക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാന്ന്. പക്ഷെ ഇങ്ങനെ ഒരു സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് എഴുതണം, ഈ ഒരു റോന് എഴുതാൻ മറക്കരുത്. 2 4 സെക്കൻഡ് റോയില് ഫോർത്ത് എലമെന്റ് 1, അതേപോലെ തേർഡ് റോയില് ഫസ്റ്റ് എലമെന്റ് 1, തേർഡ് റോയില് സെക്കൻഡ് എലമെന്റ് 1, തേർഡ് റോയില് ഫോർത്ത് എലമെന്റ് 1. ഇനി ഇന്റർസെക്ഷൻ, ഇനി ഇവിടെ ഇന്റർസെക്ഷൻ ആ ചോദിച്ചേക്കുന്നത്. ഇന്റർസെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർസെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മള് രണ്ടിലും 1 ആണെങ്കിൽ 1 എഴുതും, അല്ലെങ്കിൽ നമ്മൾ 0 എഴുതും. ഇപ്പൊ ഇനി ഇതിന്റെ ഇന്റർസെക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇതും 1 ആണ്, ഇതും 1 ആണ്, അപ്പൊ ഇന്റർസെക്ഷനില് 1 വരും. ഇതും 1 ആണ്, ഇതും 1 ആണ്, അപ്പൊ ഇന്റർസെക്ഷനിൽ 1 വരും. ഇവിടെ 1 ഉണ്ട്, പക്ഷെ ഇവിടെ 1 ഇല്ലാത്തത് കൊണ്ട് അത് 0 ആവും. ഇവിടെ 1 ഉണ്ട്, പക്ഷെ ഇവിടെ 1 ഇല്ലാത്തത് കൊണ്ട് അത് 0 ആവും. ഇവിടെയും ആ ഒരു 1കൾ മാത്രമാണ് എന്ത് വരുള്ളൂ, ഇന്റർസെക്ഷനിൽ വരുള്ളൂ. ഇന്റർസെക്ഷനില് യൂണിയനിൽ അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു 1 വരികയാണെങ്കിൽ അവിടെ 1 കിട്ടും. അപ്പൊ ഇവിടെ ഈ പൊസിഷനിൽ ഇവിടെ ഒരു 1 ഉണ്ട്, സോ 1 വന്നു. അതുപോലെ ഇവിടെ 2 0 ആയതുകൊണ്ട് 0. ഇവിടെ ഒരു 1 ആവശ്യമില്ല, ഇവിടെ 2 1 വന്നിട്ടുണ്ട്, അപ്പൊ 1. ഇവിടെ ഒരു 1 വന്നിട്ടുണ്ട് 1, ഇവിടെ ഒരു 1 വന്നിട്ടുണ്ട് 1, ഇവിടെ ഒരു 1 വന്നിട്ടുണ്ട്, അപ്പൊ 1. ഇവിടെ 1 വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് 1 ആയി. ഇവിടെ 1 വന്നതുകൊണ്ട് ആ ഒരു ടേം 1 ആയി, 0. അങ്ങനെ നമുക്ക് ആ മെട്രിക്സിന് എന്ത് കിട്ടി? ഇതേ ഈ കാണുന്ന പോലെ കിട്ടി. ഇനി നമുക്ക് എന്താണ്, ആറും എസും തന്നിട്ടുണ്ട്. എസ് കോമ്പോസിഷൻ ആർ എന്ന് പറയുമ്പോഴേ നമ്മൾ ഫസ്റ്റ് ആറിന്റെ മെട്രിക്സ് ഫസ്റ്റ് ചെയ്തിട്ട് എസിന്റെ മെട്രിക്സ് ചെയ്തിട്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇൻറ്റു ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് 2 ഒക്കെ വരില്ലേ, 2 വന്നാലും 1 എഴുതിയാൽ മതി. ഇവിടെ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ 1 വന്നു, ഫസ്റ്റ് എലമെന്റ് 1. ഇനി ഇവിടെ ഇൻറ്റു ചെയ്തപ്പോ എനിക്ക് 1 വന്നു, ഇവിടെ ഇൻറ്റു ചെയ്തപ്പോ എനിക്ക് 1 വന്നു. ഇനി ഇവിടെയും ഇൻറ്റു ചെയ്തപ്പോ എനിക്ക് എന്ത് വന്നു? 0 ആണ്. ഇവിടെ ഞാൻ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോ എന്ത് വന്നു? 1 × 1 1. ബാക്കിയൊക്കെ അവിടെയും 1 കിട്ടിയിട്ടുണ്ട്, ബാക്കിയൊക്കെ 0. ഇനി 1 × 0 1 × 1 അതും 1 ആയി. ഇത് ഫുള്ള് 0 ആയതുകൊണ്ട് എന്ത് ചെയ്താലും 0 സംഭവിക്കുള്ളൂ. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഏതോ ഒരു ഇതിലാ തോന്നുന്നു എന്തോ ചെയ്തപ്പോ 2 കയറി വന്നു, 2 വന്നാലും നമ്മൾ 1 എന്ന് എഴുതുള്ളൂ. അപ്പൊ ഇതില് ഇനിയിപ്പോ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണ് ചെറുതൊക്കെ ഇത് ഇവിടുന്ന് വരുള്ളൂ. ചെറുത് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ചെറുത് വന്നാ എന്താണ്, കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കാലോ. അതിന് 1 0 വന്നത് 0 എന്ന് ഉറപ്പാണ്, 2 വന്നതൊക്കെ 1 എന്ന് എഴുതണം. ഇപ്പൊ 1 1 പിന്നെ ഇത് 0, ഇപ്പൊ ഇവിടെ 1 ആയി. ഇനി അടുത്തത് ഇത് 0, നെക്സ്റ്റ് ഇത് 1. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുന്ന സമയത്താണ് 2 വന്നത്, അപ്പൊ അതിന് ഞാൻ എന്ത് റെപ്രസെന്റ് ചെയ്തു? 1 ചെയ്തു. ഇനി 1 × 1 ഇവിടെ 1 കിട്ടി. ഇവിടെ ഫുള്ള് 0 വന്നതുകൊണ്ട് ഒന്നും നോക്കാല്ലേ, ബാക്കിയൊക്കെ ഫുള്ള് 0. ജസ്റ്റ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇന്റർസെക്ഷൻ എന്ന് വന്നു കഴിഞ്ഞാൽ രണ്ടിലും 1 വന്നാൽ മാത്രം 1, യൂണിയൻ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന് എഴുതാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പെർസെറ്റും ലാറ്റീസ് ഒക്കെ കാണും. ലാറ്റീസ് എന്ന് പറയുന്നത് ഈ ഒരു മൊഡ്യൂൾ